സോക്കർ സഫർ ഇപ്പോൾ ഈ ഖമീസ് മുഷേത്തിലെ ബഹീജ് മെഡിക്കൽ കോംപ്ലക്സിന്റെ മുൻപിലാണ്. ബഹീജ് മെഡിക്കൽ കോംപ്ലക്സ് ഈ വേൾഡ് കപ്പിൽ ആർക്ക് വേണ്ടി കളിക്കുന്നു എന്ന് നമുക്കറിയണം. ആരെ പ്രവചിക്കുന്നു, ആർക്ക് വേണ്ടി ബൂട്ടണിയുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. ബഹീജ് മെഡിക്കൽ കോംപ്ലക്സ് എന്ന ഈ ആതുര സേവന സ്ഥാപനത്തിലേക്ക്, ഈ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഞാനും എനിക്കൊപ്പം ബില്ല് കൊടുക്കണം. ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ റെഡിയാണല്ലോ? ഓക്കെ. അപ്പൊ ഇന്ന് ബഹീജ് മെഡിക്കൽ കോംപ്ലക്സിലാണ് കളി. ബഹീജ് മെഡിക്കൽ കോംപ്ലക്സ്, ഇക്കാമ ബലദിയ മെഡിക്കൽ സെന്റർ, ഖമീസ് മുഷേത്തിൽ. നമ്മൾ വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ ലൈനപ്പായി കഴിഞ്ഞു. വാശിയേറിയ സെമി ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഈ ബഹീജ് മെഡിക്കൽ കോംപ്ലക്സ് ആർക്ക് വേണ്ടി കളിക്കുന്നു, ഇവിടുത്തെ സ്റ്റാഫ്, ഇവിടുത്തെ നഴ്സുമാര്, ഡോക്ടർമാർ, അവരൊക്കെ എന്ത് പറയുന്നു, ഇവിടുത്തെ മാനേജ്മെന്റ് ഏത് ടീമിനെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. നമ്മൾ 2 ഹിന്ദി സുഹൃത്തുക്കളുണ്ട്, മാർക്കറ്റിംഗ് സുഹൃത്തുക്കളാണ്. കളിച്ചാലോ? അൽഹംദുലില്ലാ. Shall we play? Yes. Apo World Cup. What about World Cup? World Cup. Yeah. Alhamdulillah, मैं तो enjoy करता हूँ and all time Brazil fan. Unfortunately, Brazil. Yes. Okay. This World Cup is we are lost. They are not in the semi-finals, right? Yes. Brazil is not in semi-finals. Yes. Final में कौन खेलेगा? Final में इंशाल्लाह I hope France and England. France and England. Yes. And World Cup कौन जीतेगा? Inshallah, obviously France. France. Okay. France ने भी आना हासिल नहीं किया. कौन फाइनल में कौन खेलेगा? फाइनल में मेरा जो टारगेट है स्पेन और अर्जेंटीना खेलेगा और स्पेन वर्ल्ड कप जीतेगा. स्पेन अर्जेंटीना. स्पेन अर्जेंटीना Okay. फाइनल खेलेगा. Final. Okay. और मेरा टारगेट है स्पेन चैंपियन टीम है. Okay. रिसेंटली से चैंपियन And कौन जीतेगा? स्पेन जीतेगा. സ്പെയിൻ. मैं स्पेशली स्पेन को सपोर्ट करता സ്പെയിൻ ജയിക്കും എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നത്. ഗോൾഡൻ ബൂട്ട്. हाँ. गोल्डन बूट कौन जीतेगा? गोल्डन बूट मेसी और एम्बापे और एम्बापे जीतेगा. एम्बापे. Obviously Mbappe. एम्बापे. Obviously. And आपका नाम? मुनीर हुसैन. മുനീർ ഹുസൈൻ. മുനീർ ഹുസൈനും ഈ നമ്മുടെ 2 സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അത് ബഹീജിലെ മാർക്കറ്റിംഗ് വിഭാഗത്തിലുള്ള 2 പേരാണ്. അപ്പൊ അവര് വലിയ ആവേശത്തോടെയാണ് വേൾഡ് കപ്പിന്റെ ഭാഗമാകുന്നത്. നമുക്ക് മറ്റു ചില സുഹൃത്തുക്കളെയും കൂടി കാണാം. താങ്ക് യു. Thank you so much. ലെറ്റ്സ് സീ. താങ്ക് യു. അപ്പൊ ബഹീജിൽ നമ്മൾ എബിദയെ കണ്ടുമുട്ടുകയാണ്. എബിദ പ്രവചിക്കുന്നു വേൾഡ് കപ്പ് ഫുട്ബോൾ ഇത്തവണ കിരീടം ആരടിക്കും, അത്തരം ചോദ്യങ്ങൾ. ബിലാൽ ചോദ്യം ചോദിക്കുമല്ലോ. ആ, സുഖമാണോ? ആദ്യം ചോദിച്ചേ. സുഖാണോ? എന്താ ചോദ്യം? എനിക്ക് സുഖാ. ഓക്കെ. ഹായ് ബിലാൽ. ഹായ്. ചേച്ചിയുടെ പേര് എബിദ ചേച്ചി എന്നാണ്. ഫ്രാൻസിന്റെ ജെൻസ് ഇട്ടേക്കുന്നത്. ഫ്രാൻസ് ആണോ? നീ ഫ്രാൻസ് ആണ്? ഫ്രാൻസ് ആണ്. ചോദിച്ചോളൂ, ഇനി ചോദ്യം ചോദിച്ചോളൂ. വേൾഡ് കപ്പ് ആർക്കാണ്? ഫ്രാൻസ്. ഓ. ഫ്രാൻസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈനലിസ്റ്റ് ആരൊക്കെയാണ്? ആർക്കാ ഫൈനലിൽ കളിക്കും? അർജന്റീന. അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ഫൈനൽ, അതായത് 2022 ആവർത്തനം സംഭവിക്കുന്നതാണ്. പക്ഷേ അർജന്റീനയോട് പക വീട്ടിക്കൊണ്ട് ഫ്രാൻസ് കപ്പടിക്കുന്ന ഗോൾഡൻ ബൂട്ട്, ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പെ. സംശയമൊന്നുമില്ല. അവിടെ മെസ്സി എന്ന് പറയുന്നുണ്ട്, പക്ഷെ പറയുന്നെങ്കിൽ ക്യാമറയിൽ പറയണം. അതാണ്. അപ്പൊ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടുമെന്നും അതുപോലെ ഫ്രാൻസ് അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ട് ഇക്കുറി കപ്പടിക്കുമെന്നും എബിദയാണ് പ്രവചിക്കുന്നത്. എബിദ നാട്ടിലെവിടെയാണ്? കോട്ടയം. ഒത്തിരി നാളായോ ഇവിടെ? ബഹീജിന്റെ ടീമിൽ 8 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ബഹീജിന് വേണ്ടി കട്ടയ്ക്ക് പ്രവചിച്ചിരിക്കുകയാണ് എബിദ കോട്ടയത്ത് നിന്ന്. അപ്പൊ നമുക്ക് എബിദയുടെ പ്രവചനം അത് എത്രത്തോളം ശരിയാകുന്നൊക്കെ അറിയാം. നറുക്കെടുപ്പിലൂടെ എബിദയ്ക്ക് 42 ഇഞ്ച് TV അടിക്കുമോ, അതോ ഇനിയിപ്പോ വി വോട്ടർ നൽകുന്ന സമ്മാനങ്ങളാണോ, ക്യാഷ് പ്രൈസ് ആണോ, എന്താണ് എബിദയ്ക്ക് അടിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റു ചില സുഹൃത്തുക്കളുടെ കൂടി നമുക്ക് വിശേഷങ്ങൾ അറിയാം. സമ്മാനം ഫ്രാൻസ് ജയിക്കുവാണെങ്കിൽ മാത്രം സമ്മാനം എന്ന് പറയാൻ പറ്റില്ല. 3 ചോദ്യങ്ങളുടെ ഒരു ഉത്തരം കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് സമ്മാനമാണ്. 3 ശരിയാവണം. അതർവൈസ് നമ്മൾ വരുന്നതിനകത്ത് നമ്മൾ പിന്നെ ലോട്ട് ചെയ്യേണ്ടി വരും, നറുക്കെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയാണ്. എന്തായാലും കിട്ടട്ടെ. അത് തന്നെ. അപ്പൊ എല്ലാ ആശംസകളും. താങ്ക് യു എബിദ. താങ്ക് യു. അപ്പൊ അടിക്കല്ലേ, കളിക്കല്ലേ? ആരുടെ കൂടെയാണ് കളിക്കുന്നത്? अर्जेंटीना. അർജന്റീനയിലൂടെയാണ്. അർജന്റീന വിട്ടുള്ള ഒരു പരിപാടി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ആര് ഫൈനലിൽ വരും? ആരൊക്കെ? അർജന്റീനയും സ്പെയിനും.
അർജന്റീനയും സ്പെയിനും ഇന്ന് സ്പെയിൻ അടിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസ് ചിത്രത്തിലേ ഇല്ല ഈ പ്രവചനത്തിൽ. ഓക്കെ, അപ്പോ ഗോൾഡൻ ബൂട്ട് മെസ്സി. അർജന്റീന ആണെങ്കിൽ പിന്നെ മെസ്സി ആണല്ലോ. മെസ്സി ഗോൾഡൻ ബൂട്ട് അടിക്കുന്നു. സ്പെയിനിനെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന ഈ വേൾഡ് കപ്പിൽ വിന്നറാകുന്നു. വേൾഡ് കപ്പിൽ ഇവിടുന്ന് ഒരിക്കൽ കൂടി മെസ്സി എടുക്കുന്നു അല്ലെ? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ എംബാപ്പയ്ക്കായിരുന്നു ഗോൾഡൻ ബൂട്ട്. പക്ഷേ ഇത്തവണ ഗോൾഡൻ ബൂട്ടും ഞങ്ങൾ തൂക്കും എന്നാണ് അർജന്റീനയുടെ കടുത്ത ആരാധകർ നമ്മുടെ പ്രിയ സുഹൃത്ത് 2-1 അർജന്റീന. സ്കോറും പ്രവചിച്ചു കഴിഞ്ഞു. ഒന്നും വേണ്ട, സ്കോർ അടക്കം പ്രവചിച്ചു കഴിഞ്ഞു. ഫൈനലിലെ സ്കോർ 2-1 അർജന്റീന സ്പെയിനെ മറികടന്നു. സ്പെയിനെ തോൽപ്പിച്ചുകൊണ്ട് കിരീടത്തിൽ മുത്തമിടുന്നത് എന്നാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് വഹീജിന് വേണ്ടി. വഹീജിന്റെ ഒഫീഷ്യൽ പ്രവചനം അല്ല കേട്ടോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓൾ ഇൻ ഓൾ എന്നൊക്കെ പറയാവുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് പ്രവചിക്കുന്നു. അപ്പോ എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. താങ്ക് യു. വഹീജിന്റെ ഡോക്ടർ നിർമ്മൽ കുമാർ ഒരു രക്ഷയുമില്ലാത്ത ഫുട്ബോൾ ഫാൻ ആണ് എന്നുള്ള വിശേഷമാണ് നമ്മൾ ആദ്യം അറിഞ്ഞത്. അപ്പോൾ ഡോക്ടർ നിർമ്മൽ കുമാറിനോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, സർ ഹൗ ആർ യു? Fine, thank you. And what about the World Cup this year? Yeah, actually, I'm a fan of the Argentinians. Argentinian fan, yeah, nice. Messi is my Very fan, nice yeah, playing and all. and hopefully he's doing fine. Yeah, Yes. although he's become old, but still he is fine. Yeah. And also the expectation about the final match. Exactly, I don't know, but maybe France might come over, or With Argentina. or maybe I don't know. I don't know about Brazil. Maybe UK is also UK is also doing well. Yeah, England is England also is doing doing well. well. So expecting high hopes. Yes. And, Anyways, and I think your prediction is France versus Argentina in Yeah. final. Yeah, that's right? what I'm thinking. Yeah. Yeah. And who will bag that cup? The cup, that is very difficult to say. That is like, come on. Yes. I'm not following all the games. Yes. If I had been following the games, I would have given an idea. If so, you just make a prediction, please. Exactly, I don't know. But the only man I know is Messi. Messi. Yeah. Okay. And what's your expectation about Golden Boot? Who will bag that? Yeah, that's what I'm saying. Maybe that's what I'm saying. I didn't follow all the games. Okay. But hopefully, Messi will has a good chance still. Yeah. And I'm a great fan of him. Yes. മെസ്സി അർജന്റീന, അതുപോലെ അർജന്റീന ഫ്രാൻസ്, അതാണ് ഡോക്ടറുടെ സ്വപ്നം. നിർമ്മൽ കുമാർ ഡോക്ടറുടെ സ്വപ്നം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ മറ്റ് ചില പ്രധാനപ്പെട്ട ആളുകളെ കൂടി ഇനി കാണാനുണ്ട് ബഹീജ് മെഡിക്കൽ കോംപ്ലക്സിൽ. ബഹീജ് ഏതായാലും ഈ വേൾഡ് കപ്പിന്റെ വികാരം നെഞ്ചേറ്റിക്കൊണ്ട് തന്നെ ഈ ഇനിയുള്ള കളികളിൽ മുന്നോട്ട് പോവുകയാണ്. സോക്കർ സഫർ തുടരുകയാണ്. ബഹീജിൽ നമ്മൾ ഡോക്ടർ ഡിക്റ്റോറ തസ്ലിമിനെ കാണുകയാണ്. ഡിക്റ്റോറ തസ്ലിം എന്ത് പ്രവചിക്കുന്നു, ആർക്ക് അനുകൂലമായിട്ട് എന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ്. Who will win? Today? Not today. In the final. Maybe Spain. എസ്പാനിയ. അവര് സ്പെയിൻ പറയുന്ന കേൾക്കാൻ തന്നെ രസമാണ്. എസ്പാനിയ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ സ്പെയിൻ വിൻ ചെയ്യുമെന്നാണ് ഡിക്റ്റോറ തസ്ലിം ഡോക്ടർ പറയുന്നത്. ഓക്കെ, ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാണ്? Who will be played in the final matches? Espanyol Finalists. Argentine. Finalists? Espanyol Argentine. Espanyol versus Argentine. അപ്പോ സ്പെയിനും അർജന്റീനയും തമ്മില് ഫൈനൽ കളിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. Then who will win the golden boot? Who will bag golden boot? മെസ്സി. ലയണൽ മെസ്സി ഗോൾഡൻ ബൂട്ട് തൂക്കും എന്നുള്ള പ്രതീക്ഷ ഡോക്ടർ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ മറ്റു ചില സുഹൃത്തുക്കളുടെ കണ്ട് നമ്മൾ വേഗം ഈ യാത്ര തുടരുകയാണ്. ഓക്കെ, ഇവിടെ ഹോസ്പിറ്റലിൽ ബഹീജില് നമ്മൾ സന്തോഷിനെ കാണുകയാണ്. സന്തോഷം ഒരു ആടൻ ഫുട്ബോൾ ഫാനാണ്. സന്തോഷിന്റെ പ്രവചനം, പ്രതീക്ഷ എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. സന്തോഷം എന്ത് പറയുന്നു? ആരാണ് വേൾഡ് കപ്പ് വിൻ ചെയ്യുക? അർജന്റീനയ്ക്ക് വേണ്ടിയാണ് സന്തോഷം കളിക്കുന്നത്. അപ്പൊ ഫൈനൽ ആരൊക്കെയാണുള്ളത്? അർജന്റീന ഫ്രാൻസ് ആണ്. മൂന്നാമത്തെ ചോദ്യം ബിലാലെ ചോദ്യം. ഗോൾഡൻ ബൂട്ട് ആർക്കാണ്? ഗോൾഡൻ ബൂട്ട് ആര് വിൻ ചെയ്യുന്നതാണ്? ലയണൽ മെസ്സി ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്യുന്നതാണ്. അർജന്റീന അങ്ങനെ കപ്പടിക്കുന്നു. ഫ്രാൻസും അർജന്റീനയും അല്ലേ ഫൈനലിൽ? അർജന്റീനയും ഫ്രാൻസും. എത്ര നാളായി കമ്മീസില്? 17 വർഷമായി. അപ്പൊ കളികളെല്ലാം കാണുന്നുണ്ട്. വലിയ ആവേശത്തിലാണ്. കാണാൻ തുടങ്ങിയ കാലം മുതൽ അർജന്റീന ഫാൻ. ഓക്കെ. മറഡോണ, റിക്കുൽമി, ടവേഴ്സ്, സവയോള, ഒട്ടേഗ, അങ്ങനെ അതെ, അവരെല്ലാം നമ്മുടെ ആരാധനാപാത്രങ്ങൾ.
ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ കാത്തിരിക്കാം. യെസ്. ധോനോ അപ്പോ ബഹീജിന്റെ ഒഫീഷ്യലായ പ്രഡിക്ഷൻ, ഔദ്യോഗികമായ പ്രവചനം നടത്തുന്നത് ശ്രീ ബിനു ഭാസ്കറാണ്. അപ്പോ ബിനു സാറിനോട് നമുക്ക് ചോദിക്കാം, ആരാണ് കപ്പടിക്കാൻ പോകുന്നത് ബഹീജിന് വേണ്ടി? ബഹീജ് ആർക്ക് വേണ്ടി ബൂട്ട് കെട്ടുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ബിലാൽ, ബഹീജ് ആർക്ക് വേണ്ടി ബൂട്ട് കെട്ടുന്നു? ചോദ്യങ്ങൾ ചോദിക്കാം. വേൾഡ് കപ്പ് ആർക്കാണ്? വേൾഡ് കപ്പ് ആര് നേടുന്നതാണ്? വേൾഡ് കപ്പ് ഫ്രാൻസ്. യെസ്. അപ്പോ ബഹീജ് മെഡിക്കൽ കോംപ്ലക്സ് ഫ്രാൻസിന് വേണ്ടിയാണ് ബൂട്ട് കെട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഫൈനലി ആർക്കാണ്? ഫൈനലിൽ അർജന്റീന, ഫ്രാൻസ്. യെസ്, ഫൈനലിൽ അർജന്റീനയും ഫ്രാൻസും കളിക്കുന്നു. അതായത് 2022 തനിയാവർത്തനമാണ് ഫൈനൽ. പക്ഷേ വിന്നേഴ്സ് ഫ്രാൻസ് തന്നെയാണ്. വിന്നേഴ്സ് ഫ്രാൻസ് എന്ന് പറയുമ്പോൾ 2022 ടാലിയല്ല, ആ ഫലമല്ല, മറിച്ച് അതിനുള്ള മധുര പ്രതികാരമാണ്. മൂന്നാമത്തെ ചോദ്യം, ബിലാൽ. ഗോൾഡൻ ബൂട്ട് ആർക്കാണ്? ഗോൾഡൻ ബൂട്ട് എംബാപ്പയ്ക്കാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അപ്പൊ ഗോൾഡൻ ബൂട്ട് എംബാപ്പെ തൂക്കുന്നു, വേൾഡ് കപ്പ് ഫ്രാൻസ് തൂക്കുന്നു, ഫൈനൽ അർജന്റീനയും ഫ്രാൻസും ഏറ്റുമുട്ടുന്നു. പ്ലീസ് പ്ലീസ് പ്ലീസ്. യെസ്. അപ്പോ ബഹീജ് മെഡിക്കൽ കോംപ്ലക്സ് ഇക്കുറി ബൂട്ട് കെട്ടുന്നത് ഫ്രാൻസിന് വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഫ്രാൻസ് കമ്മീസ് വിഷയത്തിലെ വിവിധ ടീമുകൾ, എനിക്ക് ഒരു ഏതാണ്ടൊരു 8 ടീമുകളെങ്കിലും ബൂട്ട് കെട്ടുന്നുണ്ട് ഫ്രാൻസിന് വേണ്ടി. അർജന്റീനയ്ക്ക് വേണ്ടി കുറച്ച് 2-3 ടീമുകളാണ്. അതുപോലെ സ്പെയിനിന് വേണ്ടി ഒരു ടീമാണ്, ഇംഗ്ലണ്ടിന് വേണ്ടിയും ഒരു ടീമാണ് ബൂട്ട് കെട്ടുന്നത്. അപ്പോ ബഹീജ് ബൂട്ട് കെട്ടുന്നു ഇക്കുറി ഫ്രാൻസിന് വേണ്ടി. നമുക്ക് കുറച്ചുകൂടി കാത്തിരുന്നാൽ മതി ആരാണ് ആ ഗോൾഡൻ ബൂട്ടിൽ മുത്തമിടുന്നത്, ആരാണ് വേൾഡ് കപ്പിൽ മുത്തമിടുന്നത്, ആരാണ് ഫൈനൽ കളിക്കുന്നത് എന്നറിയാം. അപ്പൊ ബഹീജ് മെഡിക്കൽ കോംപ്ലക്സിൽ നമ്മൾ എല്ലാ ആശംസകളും നേരുകയാണ്. സോക്കർ സഫർ ഈ യാത്ര തുടരുകയാണ്. താങ്ക് യു സർ. താങ്ക് യു.